ന്യൂസ് ട്രേഡിംഗ് നോക്കാം. ഇന്ന് ന്യൂസ് വരാനിരിക്കുന്നത് PMI വലിയ മൂവ്മെന്റ് ഒന്നും വരത്തില്ല 5 മിനിറ്റിനകത്ത്. ഐ എം എക്സ്പെക്ടിങ് എ സെൽ. ഫസ്റ്റ് സെൽ ഏരിയ ഇതാണ്. നമുക്ക് RR തരത്തില്ല. 1:2 RR. സെക്കൻഡ് സെൽ ഏരിയ നമുക്ക് 1:3 പിടിക്കാം. ഞാൻ ഈ സെക്കൻഡ് വരച്ചത് ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എനിക്കിന്ന് ആക്ച്വലി ട്രേഡ് ഇല്ല, ബിക്കോസ് റിയാലിറ്റി ഈസ് 4 ഡേയ്സ് അത്യാവശ്യം നല്ല രീതിക്ക് നമ്മളെ പോയി. 5ാമത്തെ ഡേ നമ്മൾ ലോസ് വരുത്തിക്കണ്ട എന്ന് വിചാരിച്ചു. ഇപ്പം ബ്രേക്ക് ഇവരിലൊക്കെ നിൽക്കുകയാണ് വീക്ക്, അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റ് എടുക്കണം എന്നുള്ള സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ട്രേഡ് സെർച്ച് ചെയ്യും. നമ്മൾ ഓൾറെഡി നല്ലൊരു പ്രോഫിറ്റിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൈഡേ ട്രേഡ് എടുക്കാറില്ലാത്തതിന്റെ റീസൺ വേറെ ഒന്നുമല്ല. 4 ദിവസം നമ്മൾ നല്ല പേഷ്യൻസ് ഡിസിപ്ലിൻ ഒക്കെ ആയിട്ടിരുന്ന് കിട്ടിയ ഒരു സാധനം 5ാമത്തെ ദിവസം പോകുമ്പോൾ നമുക്ക് പിന്നെ അത് ട്രേഡ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ബാലൻസിൽ കൊണ്ട് എത്തിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി വരും. അത് കോമൺ ആണ് ട്രേഡിങ്. സോ അതുകൊണ്ടാണ് ഫ്രൈഡേ അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്. ഫ്രൈഡേ വീക്കെൻഡ് ആണ്. ഇപ്പൊ 4 ഡേയ്സ് നല്ലൊരു പ്രോഫിറ്റിൽ 4 ഡേയ്സ് ട്രേഡ് ചെയ്തിട്ട് നല്ലൊരു പ്രോഫിറ്റ് നിങ്ങളിരുന്നു. ഫ്രൈഡേ നിങ്ങൾ ട്രേഡ് ചെയ്തില്ല, ബട്ട് യു ആർ പ്രോഫിറ്റബിൾ ഇൻ ദ വീക്ക്. നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ നല്ല രീതിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതേസമയത്ത് തേഴ്സ്ഡേ വരെ നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് ഫ്രൈഡേയിൽ കുറച്ചൊരു 10 to 20-30% എങ്കിലും കൊണ്ട് കളഞ്ഞാൽ, പ്രോഫിറ്റിന്റെ കാര്യമാണ് പറയുന്നത്, കൊണ്ട് കളഞ്ഞാൽ അറ്റ് ദ എൻഡ് വീക്കെൻഡ് യു വിൽ ബി കേഴ്സിങ് യുവർ സെൽഫ്. എന്തിനാ ഞാനത് ചെയ്തത്, അത് എടുക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ട്രേഡ് എന്തിന്റെ ആവശ്യമായിരുന്നു, എനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾ ഷിഫ്റ്റ് ആവും. സോ അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ട്രേഡ് ചെയ്യാത്തത്. വേണ്ട, ആ ഒരു പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ ഇതെടുത്തേക്കുന്നത് ഓൾറെഡി ഒരു 10K ചെറിയൊരു അക്കൗണ്ട്, അതായത് ഒരു 100K മേടിച്ചപ്പോൾ ഫ്രീ കിട്ടിയ അക്കൗണ്ടാണ്. അത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഫേസ് പാസ് ആയിട്ടിരിക്കുക. ബട്ട് 10 ട്രേഡിംഗ് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതിനകത്ത്. ദാറ്റ്സ് ടു ബിഗ് ഫോർ എ ടോപ്പ് ഫോർ. അങ്ങനെയുള്ള അക്കൗണ്ട് ഒന്ന് എടുക്കുകയും ചെയ്യും 10 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആക്ച്വലി അത് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അത് നമ്മൾ എടുക്കുന്നു. അപ്പം അത് കാണിച്ചു തന്നാൽ ഇതാണ് സാധനം. മിനിമം ട്രേഡിംഗ് ഡേയ്സ് 10. നമ്മൾ ഓൾറെഡി അക്കൗണ്ട് പാസ്സായി. ചാലഞ്ച് ഇനിഷ്യൽ ബാലൻസ് 10K, ഇക്വിറ്റി നിൽക്കുന്നത് 11,795. അതായത് 11%, 10% ആണ് ടാർഗറ്റിന്, 11% അക്യൂർ ആക്കുന്നത്. സോ മിനിമം 10 ഡേയ്സ് ട്രേഡ് ചെയ്യേണ്ടുന്നത് കൊണ്ട് ഇന്ന് അതിനകത്ത് ട്രേഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. സോ അതിനകത്ത് 0.01 ലോട്ടിൽ വെറുതെ ഒരു ട്രേഡ് എടുത്തിട്ട് അതിനകത്ത് നഷ്ടപ്പെടാനും ഒന്നുമില്ല, കിട്ടാനും ഒന്നുമില്ല. ബട്ട് ന്യൂസ് ട്രേഡിങ് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. സോ ആ ഒരു ലെവലിൽ എടുത്തതാണ്. അത്രയും ഈ ലെവൽസ് എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ 15 മിനിറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ആയിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഒറിജിനൽ സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നേക്കുന്നത്. സോ ദിസ് ഏരിയ, ഈ ഒരു ഏരിയ, ദിസ് ഏരിയ ഇസ് ലിക്വിഡിറ്റി ഫോർ. അതുമല്ല, ഇവിടെ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ഉണ്ടാവും. കറക്റ്റ് ആംഗുലർ റെസിസ്റ്റൻസിൽ അടിച്ചിട്ട് മാർക്കറ്റ് സെല്ലിംഗ് പ്രഷറിൽ വന്ന് നിൽക്കുകയാണ്. നല്ല സെല്ലിംഗ് പ്രഷർ. അപ്പം ഇത് മാർക്കറ്റ് ഓൾറെഡി നമുക്കൊരു സിംറ്റം തന്നു, സെല്ലിങ്ങിലാണ്, വീഴാൻ പോകുന്നത്. എവിടെ സെല്ലിംഗ് വരും എന്നുള്ളതാണ് ഇനി ചോദ്യം. സോ 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ദിസ് പാർട്ട് ഈസ് എ ലിക്വിഡിറ്റി ആൻഡ് ദിസ് പാർട്ട് ഈസ് എ ലിക്വിഡിറ്റി. ഈ ഒരു ലിക്വിഡിറ്റിയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്തിട്ട് ന്യൂസ് ടൈമിൽ താഴോട്ട് വീണിട്ടുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. ഒരു മിനിറ്റ് 18 സെക്കൻഡ്. ന്യൂസ് ടൈമിൽ സ്ട്രൈക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ന്യൂസ് ഞാൻ പറയാം അത്ര എഫക്റ്റീവ് ആയിട്ടൊരു ന്യൂസ് അല്ലായിരുന്നു. പക്ഷേ ആഫ്റ്റർ ദാറ്റ് അവർ ഫസ്റ്റ് ലെവൽ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. സ്റ്റിൽ എൻ്റെ ഓർഡർ ഇവിടാണ്. എൻ്റെ മൈക്രോ ലോട്ട് ഇരിക്കുന്നത് ഇവിടാണ്. ദിസ് എ ഗുഡ് ലെവൽ. ദാറ്റ്സ് വൈ കെപ്റ്റ് ദാറ്റ് ലെവൽ. നല്ലൊരു ലെവലാണ് സെല്ലിങ്ങിന് വേണ്ടിയിട്ട്. വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ് സ്ട്രക്ചർ, യു അണ്ടർസ്റ്റാൻഡ് ദ ലിക്വിഡിറ്റി ലെവൽസ്. അത് നല്ലൊരു ലെവലായിരുന്നു. ആൻഡ് ലെറ്റ് സീ ഇഫ് മാർക്കറ്റ് സ്ട്രൈക്സ് ദിസ് ഈസ് ഓൾസോ എ പോസിബിൾ ഏരിയ. ഇല്ലാന്ന് ഞാൻ പറയത്തില്ല, ദിസ് ഈസ് ഓൾവേസ് എ പോസിബിൾ ഏരിയ. ബട്ട് ദിസ് ഈസ് ദ പ്രൈമറി ഏരിയ. ദിസ് ഈസ് എ എക്സ്ട്രീം. ഒരു ന്യൂസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവലിൽ കീപ്പ് ചെയ്തത്. ബിക്കോസ് ന്യൂസിൽ ലിക്വിഡേറ്റ് ചെയ്യാൻ നല്ല പോസിബിലിറ്റി ഉള്ള ടൈമാണ്. സോ ദാറ്റ്സ് വൈ കെപ്റ്റ് എ മാക്സിമം ദൂരെ കൊണ്ടുവച്ചത് അതുകൊണ്ടാണ്. ദിസ് ഈസ് കറക്റ്റ് ഏരിയ. നോർമലി ഞാൻ ലിമിറ്റ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാത്ത ഒരാളാണ്. നിങ്ങൾക്ക് എൻ്റെ അനാലിസിസ് വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഐ ഡോണ്ട് പ്ലേസ് ലിമിറ്റ് ഓർഡേഴ്സ്. ന്യൂസ് ആയതുകൊണ്ടാണ് ഞാൻ ലിമിറ്റ് ഓർഡേഴ്സ് മാർക്ക് ചെയ്തിട്ടത്. സെക്കൻഡ് തിങ്, അഗൈൻ ഐ എം ടെല്ലിങ്, ഐ എം നോട്ട് ട്രേഡിങ്. ഐ ഹാവ് നോ ഓർഡേഴ്സ് ടുഡേ. മൈക്രോ ലോട്ട് ഉണ്ടായിരുന്നു മുകളിൽ, ദാറ്റ് ഈസ് സ്റ്റിൽ വാലിഡ്. അതർവൈസ് ഇഫ് യു ചെക്ക് മൈ MT5, see first account no orders,
Second account, no orders. Third account, no orders. So there is no orders for me today. I just marked the levels. Trading in the liquidity levels വന്നപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ I just wanted to do a video because ആരെങ്കിലും ഒരാൾ ഈ വീഡിയോ നിന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ഐ എം ഹാപ്പി. നമ്മൾ ട്രേഡ് ചെയ്യുന്നെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല പ്രൈമറി വീഡിയോസ് ചെയ്യുന്നത്. വി ഡു വീഡിയോസ് ടു ടീച്ച് പീപ്പിൾ. നമുക്ക് ഫ്രീ ആയിട്ട് കണ്ടൻസ് കൊടുക്കാൻ പാടാണ്. ബിക്കോസ് ഫ്രീ ആയിട്ട് വരുന്നൊരു സാധനം ആൾക്കാർക്ക് വിലയില്ല. യൂട്യൂബിൽ ആയിരക്കണക്കിന് സ്ട്രാറ്റജീസ് ഉണ്ട്. എത്ര പേര് അറ്റ്ലീസ്റ്റ് ഒരു സ്ട്രാറ്റജി നല്ലപോലെ ഇരുന്ന് 10 വട്ടം വീഡിയോ കണ്ട് അത് ലൈവ് ഒരു ചാർട്ടിനകത്ത് അപ്ലൈ ചെയ്ത് കറക്റ്റ് ആണോ, വർക്കിംഗ് ആണോ, ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് കുറച്ച് ഒരു 6 മാസത്തെങ്കിലും ബാക്ക് ടെസ്റ്റ് ചെയ്ത് പിന്നെ ലൈവ് മാർക്കറ്റിൽ ഒരു 6 മാസം ടെസ്റ്റ് ചെയ്ത് ജെന്യുവിൻ ആയിട്ട് എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ ഇത്രയും ചെയ്തിട്ട് ആ സ്ട്രാറ്റജി ഫെയിൽ ആയിപ്പോയി അല്ലെങ്കിൽ ഞാൻ പ്രോഫിറ്റബിളിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഇറ്റ് ടേക്സ് മൈൻഡ് സെറ്റ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരിക്കും. നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും. ചിലപ്പോൾ ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്തിട്ട് സൈക്കോളജിയിൽ പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും. സൈക്കോളജി ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഞാൻ ചോദിക്കുന്ന സ്ട്രാറ്റജി. എത്ര പേര് കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒരു ഫ്രീ വീഡിയോയ്ക്ക്? നിങ്ങൾ ഒരിടത്ത് പോയി കോഴ്സ് പഠിച്ചിട്ടുള്ള കാര്യമല്ല പറയുന്നത്. ഒരു യൂട്യൂബിലെ ഫ്രീ വീഡിയോസിന് എത്ര പേര് ഇത്രയേ എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റും? വളരെ കുറവായിരിക്കും. ബിക്കോസ് ഫ്രീ കണ്ടന്റ്സ് ആൾക്കാർക്ക് ഫ്രീ ആണ്. ഈ ഒരു മൈൻഡ് സെറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീ കണ്ടന്റ്സ് ചെയ്യാത്തത്. ബട്ട് ഇഫ് യു വോണ്ട് ടു റിയലി ലേൺ ലിക്വിഡിറ്റി ആൻഡ് റിയലി ലേൺ അബൌട്ട് ദ ലെവൽസ്, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ലെവൽ, എന്താണ് ലിക്വിഡിറ്റി എന്നുള്ളത്. നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ യൂസ് ചെയ്ത റിസൾട്ട്. നിങ്ങൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടാൽ മതി. ഇവിടെ വരണം, ഇവിടെ വന്നാലേ പറ്റൂ. ഇഫ് യു വോണ്ട് ടു റിയലി ബിക്കം സക്സസ്ഫുൾ, നിങ്ങൾക്ക് വീഡിയോ കണ്ടിന്യൂസ് വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഞാൻ പറഞ്ഞു തരും. വീഡിയോസിൽ ഞാൻ പറയുന്നുണ്ട് ലിക്വിഡിറ്റി ഏതാണ്, ലെവൽ ഏതാണ്. ഈ ലെവലിൽ നിന്ന് വന്ന ട്രേഡ് 1:2 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് വാട്ട് ഐ എം ടെല്ലിങ്. ട്രേഡ് വിത്ത് ദ ലെവൽ. ജസ്റ്റ് ട്രേഡ് വിത്ത് ദ ലെവൽ. ദാറ്റ്സ് ഇറ്റ്. കൂടുതലൊന്നും ചിന്തിക്കണ്ട. ഇത് പോവും. വീഴാനുള്ള മാർക്കറ്റ് വീഴും. ഇവിടെ എല്ലാം വീഴാൻ കിടക്കുന്നു. പ്ലീസ് ഇത് 1:3 ഈസിലി ക്ലിക്ക് ആവുമെന്ന് ഞാൻ പറയുന്നു. എൻ്റെ ട്രേഡ്സ് എല്ലാം കാണുന്നവർക്ക്, സ്ഥിരമായി വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ അറിയാം, എൻ്റെ ട്രേഡ്സ് എല്ലാം 1:3 ആയിരിക്കും. 1:2 കീപ്പ് ചെയ്യുന്നതല്ല. മൺഡേയും ഫ്രൈഡേയും ഞാൻ റിസർവേറ്റീവായിട്ടാണ് ട്രേഡ് എടുക്കുന്നത്. ഒരു 1:2, 1:2.5 ആ ഒരു ലെവലിൽ നിൽക്കും. ബിക്കോസ് ഭയങ്കര മാനിപ്പുലേറ്റീവ് ആണ് ഈ 2 ദിവസം. ബാക്കി 3 ദിവസം നമുക്ക് പ്രശ്നമില്ല. സോ സിമ്പിൾ. 1:3 ഹിറ്റ് ചെയ്യുന്നത്. If you know where the liquidity is, if you know the levels, if you are confident about the levels, if you have the experience with the levels, it's a matter of time. So, ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഏത് ലെവലിൽ നിന്ന് എങ്ങനെ കൺഫേം ചെയ്യണം, എവിടെ ലിക്വിഡിറ്റി വരും, ലിക്വിഡിറ്റി എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ അത്ര വലിയ ഡീപ്പായിട്ടുള്ള കൺഫ്യൂസിങ് സ്ട്രാറ്റജീസ് ഒന്നുമല്ല. വെറും സിമ്പിൾ സ്ട്രാറ്റജീസ്. ലെവൽസ് ഐഡന്റിഫൈ ചെയ്യുക, ലിക്വിഡിറ്റി ഐഡന്റിഫൈ ചെയ്യുക, മാർക്കറ്റ് സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യുക, ഇത് പൊട്ടുകോ ട്രേഡ് എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ് ഗൈസ്.